ഇപ്പോൾ AK ശശീന്ദ്രൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. അതിനുശേഷം നിന്നും പുറത്തിറങ്ങി ജനങ്ങളെ മനുഷ്യരെ കൊല്ലുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളെ കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്ന വാദം ശരിയാണ്. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ 11(1)(a), 11(1)(b) എന്നീ വകുപ്പ് പ്രകാരം ഈ അധികാരം സംസ്ഥാനങ്ങളിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്നതാണ് പറയുന്നത്. എന്നാൽ അതിലെ നിബന്ധന പ്രകാരം യാതൊരു വന്യമൃഗത്തെയും അതിനെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റു സ്ഥലങ്ങളിൽ മാറാനോ സാധിക്കുകയില്ല എങ്കിൽ മാത്രമേ അതിനെ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഉത്തരവില്ല. ഒരു പ്രത്യേക കേസിൽ അതിനെ വെടിവെക്കാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അവകാശമുള്ളൂ. ഇതിന് നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിലെ ഒരു വകുപ്പ് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുമെന്നുള്ളത് എല്ലാ വകുപ്പിനെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. വനം വകുപ്പിനെ മാത്രം ബാധിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിയമം ഉണ്ടാകും, നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമവും റൂൾസുമാണ്. എല്ലാ നിയമത്തിനും ഒരു റൂൾസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ഏത് നിയമവും നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഈ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്നാണ്. നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഈ നിലവിലുള്ള നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണുള്ളത്. അവ ആകെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കടുവ, പുലി എന്നിവയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ്. കടുവ, പുലി എന്നിവ പുറത്തിറങ്ങിയാൽ ആദ്യപടി എന്നുള്ള നിലയിൽ ഒരു 6 അംഗ സംഘം സമിതി പ്രാദേശികമായി രൂപീകരിക്കണം. അതിലാരൊക്കെ വേണം? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA-യുടെ പ്രതിനിധി വേണം. മൃഗ ഡോക്ടർ വേണം. പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DFO തുടങ്ങിയവരുണ്ടായിരിക്കണം. ഇതാണ് ഒരു ഉപാധി. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൽ ഒരു വന്യജീവി ഇറങ്ങിയാൽ ആ വന്യജീവിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വന്യജീവി നമ്മളെ കമ്മിറ്റി ഉണ്ടാക്കുന്നവരെ കാത്തു നിൽക്കും. അങ്ങനെയാണോ ധരിക്കേണ്ടത്? അപ്പം ഇത് അപ്രായോഗികമായ ഒരു എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് അദ്ദേഹം ഈ ആക്രമണകാരിയായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വനം മേധാവിക്ക് അധികാരമുണ്ടെന്നും അത് സംസ്ഥാനം ചെയ്യാത്തതാണ് എന്നുള്ള തരത്തിലൊക്കെ കുറ്റപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ കുറ്റപ്പെടുത്തലുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഇപ്പോൾ AK ശശീന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. വനം മന്ത്രി പറഞ്ഞതൊക്കെ പലതും അർത്ഥസത്യങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂർണ്ണമായും വസ്തുതയല്ല. മലയോര കർഷകരുടെ ഉത്കണ്ഠയോട് നീതി പുലർത്തുന്നതല്ല. വന്യമൃഗത്തെ കൊല്ലുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിടികൂടാനോ മയക്കുവെടി വയ്ക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നും വനം മന്ത്രി വിശദീകരണം നൽകുകയാണ്.